ഹലോ എവരിവൺ, വെൽക്കം ടു അനദർ വീഡിയോ. ഇത് നമുക്ക് ഹാർട്ടിൻ്റെ നോർമൽ ഫങ്ഷൻ എങ്ങനെയാണെന്നൊന്ന് നമുക്കൊന്ന് നോക്കാം. ഇത് ഹാർട്ടിൻ്റെ ഒരു സ്ട്രക്ചറാണ്. ഈ ഹാർട്ടിൻ്റെ സ്ട്രക്ചറിനകത്ത് മെയിൻലി ഹാർട്ടിന് 4 ചേമ്പേഴ്സ് ആണുള്ളത്. ഇത് റൈറ്റ് ഏട്രിയം, റൈറ്റ് വെൻട്രിക്കിൾ, ലെഫ്റ്റ് ഏട്രിയം ആൻഡ് ലെഫ്റ്റ് വെൻട്രിക്കിൾ. ഇങ്ങനെയാണ് ഹാർട്ടിൻ്റെ 4 ചേമ്പേഴ്സ്. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ നിന്ന് ഡീ ഓക്സിജനേറ്റഡ് ബ്ലഡ്, അതായത് ഓക്സിജൻ കുറവുള്ള ബ്ലഡ് ഈ വെസൽ വഴി, അതായത് ഇതിന് സുപ്പീരിയർ വെയിന കാവ എന്ന് പറയും, ഈ വെസൽ വഴിയും പിന്നെ ഇൻഫീരിയർ വെയിന കാവ IVC ഇതുവഴിയും റൈറ്റ് ഏട്രിയത്തിലോട്ട് എത്തുന്നു. ഈ റൈറ്റ് ഏട്രിയത്തിൽ നിന്ന് ഡീ ഓക്സിജനേറ്റഡ് ബ്ലഡ്, അതായത് ഓക്സിജൻ കുറവുള്ള ബ്ലഡ് റൈറ്റ് വെൻട്രിക്കിളിലോട്ട് എത്തുന്നു. ഇവിടെ ഒരു വാൽവ് ഉണ്ട്, ട്രൈക്കസ്പിഡ് വാൽവ്. ഈ വാൽവ് വഴി റൈറ്റ് വെൻട്രിക്കിളിലോട്ട് എത്തുന്നു. ഈ റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് ഡീ ഓക്സിജനേറ്റഡ് ബ്ലഡ് പൾമണറി ആർട്ടറി വഴി ലങ്സിലോട്ട് പോകുന്നു, 2 ലങ്സിലോട്ട്. ഇവിടെ നമ്മൾക്കറിയാം, ഇത് ലങ്സ് ആണ്. ഓക്കെ, ഈ ലങ്സിൽ ഓക്സിജൻ ഉണ്ട്. അതായത് നമ്മൾ ബ്രീത്ത് ചെയ്യുമ്പോൾ 21% അറ്റ്മോസ്ഫിയർ കെയർ ചെയ്യുന്ന ഓക്സിജൻ നമ്മുടെ ലങ്സിലെത്തുന്നു. അങ്ങനെ ഈ ഡീ ഓക്സിജനേറ്റഡ് ബ്ലഡ് ഓക്സിജനേറ്റ് ആവുന്നു ഇവിടെ 2 ലങ്സിൽ. ഈ ഓക്സിജനേറ്റഡ് ബ്ലഡ് തിരിച്ച് പൾമണറി വെയിൻ വഴി ലെഫ്റ്റ് ഏട്രിയത്തിലോട്ട് വരുന്നു. ഈ ലെഫ്റ്റ് ഏട്രിയത്തിൽ നിന്ന്, അതായത് ഓക്സിജനേറ്റഡ് ബ്ലഡ് മൈട്രൽ വാൽവ് വഴി പുഷ് ചെയ്തിട്ട് ലെഫ്റ്റ് വെൻട്രിക്കിലോട്ട് വന്നിട്ട് ലെഫ്റ്റ് വെൻട്രിക്കിൾ ഈ ഓക്സിജനേറ്റഡ് ബ്ലഡ് പുഷ് അയോട്ട വഴി നമ്മുടെ ശരീരത്തിലെ പല ഭാഗങ്ങളിലോട്ടും അത് സപ്ലൈ ചെയ്യുന്നു. അതായത് ബ്രെയിൻ, അപ്പർ പാർട്ട് ഓഫ് ദ ബോഡി, ലോവർ പാർട്ട് ഓഫ് ദ ബോഡി, പിന്നെ ഹാർട്ടിൻ്റെ മസിൽസിനും പുഷ് ചെയ്യുന്നു. ഇതാണ് നോർമൽ സർക്കുലേഷൻ. താങ്ക് യു.